ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നലെ ശനിയാഴ്ച നമ്മൾ പോയത് വരെയുള്ള കാര്യങ്ങളാണ് പോയ ടൈം വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കൂടി വട്ടിട്ടിരുന്ന് പോയതിന് ശേഷമുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ഉച്ച തിരിഞ്ഞ് ഡോൺ സർപ്രൈസായിട്ടൊരു സംഭവം തോമൂന് കൊണ്ടുവന്നു കേട്ടോ. പാച്ചുവിന് ഓൾറെഡി മുനമ്പത്തുണ്ട്, അതേ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ തോമൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിന് ഓൾറെഡി ഉണ്ട്, പിന്നെ പ്ലേ സ്കൂളിൽ പോയപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ അവന് സ്ലൈഡ് വേണമെന്ന് അപ്പയോട് കുറേ ദിവസമായി പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അങ്ങനെ സ്ലൈഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ സ്ലൈഡ് സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിനും അതെ പേടിയൊന്നുമില്ല, അവനവിടെ വീട്ടിലുള്ള കാരണം അവൻ്റെ കുറച്ചും കൂടിയും ഹൈറ്റുള്ള ടൈപ്പാണെന്ന് തോന്നുന്നുണ്ട്. കൂടെ ഊഞ്ഞാലൊക്കെ ആയിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പനിക്കൽ വീടിൻ്റെ ഹോം ടൂറിൽ. അപ്പോൾ അങ്ങനെ അതെ ഇവർ ഭയങ്കര കളി. ഇപ്പോൾ ഇന്നായിട്ട് ഇതുമ്മയുള്ള കളിയാണ് കേട്ടോ. ആ സമയം കൊണ്ടുവന്ന സമയം സന്ധ്യ നേരമായതുകൊണ്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരം അവർ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തിട്ട് കൊടുത്തു. കാരണം നമുക്കത് പുറത്തിടാന്നുള്ളത് ശാശ്വതമല്ല, വണ്ടികൾ വരലും വണ്ടി തിരിക്കാനും നമുക്കങ്ങനെ സൗകര്യം കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം അവർ കളി കഴിഞ്ഞതിന് ശേഷം നമ്മളത് അകത്തേക്ക് എടുത്തിടുക ചെയ്തത് കേട്ടോ. ഇനി ഇതിനൊരു സ്ഥലം കണ്ടെത്തിയിട്ടില്ല, അതിനൊക്കെ കണ്ടെത്തണം. ഞാൻ പറഞ്ഞു അപ്പുറത്തെ പറമ്പ് വാങ്ങിച്ചോ നിങ്ങൾ കളിപ്പാട്ടിടാന്ന് പറഞ്ഞു. കാരണം അത്രയധികം നിങ്ങൾക്കറിയാം അത്രയധികം ടോയ്സ് ഉണ്ട്. പക്ഷേ നമ്മൾക്ക് അങ്ങനെ മിറ്റമൊന്നും അധികം ഇല്ലാത്ത കാരണം ഇങ്ങനെ കാർ പോർച്ചിലിടാന്ന് പറഞ്ഞാലും വണ്ടികൾ വന്ന് പോണ കാരണം നമുക്കത് സ്ഥല സൗകര്യം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മുകളിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ തൽക്കാലം ഇതിപ്പോൾ അകത്തിട്ടിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന സാധനമാണ്, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അവർ അതുമ്മലേക്ക് കളിക്കാൻ പൊക്കോളല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇന്ന് വേഗം ഇറങ്ങി ഞങ്ങൾ നെസ്റ്റോയിലേക്ക് ഒന്ന് പോകണം, അക്കിരോടിക്ക് ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ നേരത്തെ വന്നതിൻ്റെ പേരിൽ നമ്മളൊന്ന് ഇറങ്ങിയത്. അങ്ങനെ നേരെ ഞങ്ങൾ അക്കിയുടെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ പോയ സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ചെന്നിട്ട് അപ്പാപ്പന് പന്ത് കളി കാണണം എന്ന് പറഞ്ഞു. അപ്പാപ്പനും ചാക്കോച്ചനും അക്കിയുടെ അവിടെ ഇറങ്ങി. ഞങ്ങൾ നെസ്റ്റോയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞാനും ഡിംപിളും ഡിവൈനും 2 കുട്ടികളും ഡോണും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നോൺ വെജ് നമുക്ക് ഇല്ലാത്ത കാരണം അവിടെ നിന്ന് ഫുഡ് കോർട്ടിൽ നിന്ന് അധികം സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ തോന്നിയില്ല. തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമ്മളവിടെ വെച്ച് കണ്ട കുറച്ച് പേരാണ് കേട്ടോ. അപ്പോൾ അവർ വന്ന് കുറേ നേരം സംസാരിച്ചു. പാച്ചു അവരുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിങ്ങനെ തിരിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഡ്വക്കേറ്റ് സുനിയും അച്ഛൻ്റെ മോനാണ് കേട്ടോ, ഞാൻ അഡ്വക്കേറ്റ് എന്ന് പറയണതാണ്. സുനിയും റോസും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവരോട് വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിവൈന് ഇഷ്ടമാണ് ചാട്ട്, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ദഹി ബാത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ദഹി പൂരി അങ്ങനെ തന്നെയല്ലേ, ബേൽപൂരി കുറേ ഉണ്ടല്ലോ ഈ ചാട്ടിൽ. അതാണ് നല്ല എന്താ പറയുക, നല്ല സ്പൈസി ആയിട്ടുള്ളത് മതി എന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ തരം ചട്നികളല്ലേ ഇങ്ങനെ ഒഴിക്കുക, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ ആ തൈര് തണുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ വലിയ കുറേ ഒന്നും വാങ്ങിച്ചില്ല, കുട്ടികൾക്ക് കഴിക്കാനുള്ളത്. ഇപ്പോൾ 2 പേർക്കും, ഒരാൾക്ക് പ്ലേ സ്കൂളിലേക്കും ഒരാൾക്ക് പാച്ചുവിനും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ട അത്യാവശ്യം സാധനങ്ങൾ മാത്രം അങ്ങനെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളിന്ന് ലിഫ്റ്റിൽ കയറിയില്ല, ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു. അപ്പോൾ ശരിക്കും അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഗൾഫ് കൺട്രീസിൽ പോകണ പോലെ കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ വണ്ടികളും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോൾ എത്ര വണ്ടികളുടെ ഇടയിൽ നമ്മുടെ വണ്ടി കിടന്നാലും തോമു ഓടി പോയിട്ട് അത് കണ്ടുപിടിക്കും. പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 വണ്ടിയുള്ളെങ്കിൽ പോയി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അവൻ അത്ര ആയിട്ടില്ല, അവനൊന്നാമത് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ ഞങ്ങൾ അക്കിരോടയ്ക്ക് വന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നെസ്റ്റോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ അക്കിയുടെ മടിയിൽ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുകയാണ്, ഭയങ്കര പുന്നാരിച്ചിട്ടിരിക്കുകയാണ്. അക്കിക്ക് വെച്ചാൽ ഉണ്ണികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വരുന്ന കുട്ടികളൊക്കെ അക്കിയുടെ മടിയിലും വീൽ ചെയറിൻ്റെ കാലുമിരിക്കലൊക്കെയാണ് എല്ലാവരുടെയും പണിയും. അപ്പോൾ അങ്ങനെ കുറേ നേരം അക്കിയുടെ അടുത്തിരുന്ന് സംസാരിച്ചു. അപ്പോൾ വലിയ ഡാഡിയും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല, തിരിച്ച് വരുമ്പോഴേക്കും വലിയ ഡാഡിയും വന്നു. അങ്ങനെ എല്ലാവരും കൂടി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്ന് വർത്താനം കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇത് അറിയാണ്ട് പെട്ടുപോയിട്ടുള്ളത് കേട്ടോ. വലിയ ഡാഡിയുടെ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് എടുത്തതാണ്, റോസയ്ക്ക് അന്നയ്ക്ക് അയച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളിത് വീട്ടിലെത്തുമ്പോൾ മണി 10:30 ആയിട്ടോ.
10:30 അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും ഡയപ്പറാണ് മെയിനായിട്ട് വാങ്ങിക്കാണ്ടായിരുന്നത്, കുട്ടികൾക്ക് ഡയപ്പറും പിന്നെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ല ഈറ്റബിൾസും വാങ്ങിക്കാണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഉച്ചയിലത്തെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡിവൈൻ മറ്റേ പനീർ ടിക്ക ബട്ടർ പനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാലോ ഗ്രൂപ്പിൽ കുട്ടികളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇവർക്ക് ഇറച്ചിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇന്നലത്തെ അതായത് ശനിയാഴ്ചത്തെ രാത്രി അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ ഒതുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പലചരക്ക് സാധനങ്ങളൊക്കെ ഞാനും ഡിംപിളും ഒന്ന് റിലയൻസിൽ പോയപ്പോൾ വാങ്ങിച്ചു, നിങ്ങൾ കണ്ടല്ലോ. ഇതിപ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് പോയി ഒരു ചേഞ്ച്, കുറേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പിന്നെ അക്കിരോടേക്ക് പോകുമ്പോൾ തൊട്ടടുത്താണല്ലോ. അപ്പോൾ ഈ നെഗറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ശനി ഞായർ ഓഫറുണ്ട്, വെള്ളി ശനി ഞായർ. മെയിനായിട്ട് നെഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിക്കാനാണ് പോയത് കേട്ടോ. അപ്പോൾ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് ഏത് ഫ്രഞ്ച് ഫ്രൈസാണ്. അവിടെ അമൂലിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, 299 രൂപയാണ് 1 കിലോന് വില. അതേസമയം നമ്മൾ ചെറിയ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ 10-1 ഉണ്ടാവുള്ളൂ ഈ വിലയുണ്ടാവും. അപ്പോൾ അധികം കാണുമ്പോൾ ഇത് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാണ്ടിരിക്കേണ്ട, നിങ്ങൾ വാങ്ങിക്കുക, ബോക്സുകളിലാക്കി ഫ്രിഡ്ജിൽ കയറ്റുക. അപ്പോൾ ഇത് നമ്മുടെ ഫിൽറ്റർ കേട്ടോ. ഫിൽറ്റർ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡിംപിൾ പറഞ്ഞു തരും. എനിക്ക് അങ്ങനെ ആധികാരികമായിട്ടൊന്നും പറയാനറിയില്ല. ഭയങ്കര വെള്ളം കുടിക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ലൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഫിൽറ്റർ കേടായതിന് ശേഷം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത് വിട്ട് വീണ്ടും ഇതിലേക്ക് വന്നപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിൽറ്റർ ചെയ്ത് വരുന്നതായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെള്ളത്തിന്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ. ശനിയാഴ്ചയിലത്തെ രാത്രി കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ മറ്റേ അശ്വതി വന്ന വീഡിയോൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ലെങ്ത്ത് കൂടുന്നത് കാരണമാണ് ഞാൻ 2ആയിട്ട് എടുത്തത്. പക്ഷേ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥിരം ഞാൻ അന്നത്തെ വിശേഷം പറഞ്ഞ് ഇന്നലത്തെയാണെന്നുള്ളത് ഞാൻ മറന്നു പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ ദോശമാവ് അടിച്ച് വെച്ച് ഇണ്ടേറിയപ്പത്തിൻ്റെ ബാക്കിയിൽ ഞാൻ മാവ് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാനത് ദോശമാവ് അടിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ച ക്രീം ബണ്ണാണ് കേട്ടോ. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ അത് പൊട്ടിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഡോണിനൊരു പൂതി എങ്ങനെയുണ്ടെന്ന് അറിയാം. അവന് പുതിയ സാധനങ്ങളൊക്കെ ഒന്ന് ഒന്ന് കഴിച്ചു നോക്കണം എന്ന് ആഗ്രഹമുള്ള ആളാട്ടോ. അങ്ങനെ 25 രൂപയുടെ ഒരു പീസിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബണ്ണ് 25 രൂപയ്ക്ക് വാങ്ങിക്കണോടാ വെച്ചപ്പോൾ നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന് നോക്കാം, ഒരെണ്ണം വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വാങ്ങി. പക്ഷേ ഇന്നാണ് കേട്ടോ അത് പൊട്ടിച്ചത്. വലിയ ഗുണമൊന്നുമില്ല, അതുകൊണ്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു വാങ്ങിക്കായിക്കോട്ടോ. അപ്പോൾ ഇതൊക്കെ അച്ചാറുകളാണ്, 21 രൂപ ഒക്കെ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഈ കാന്താരിയുടെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഡിംപിൾ സാധാരണ അച്ചാർ അങ്ങനെ വലിച്ചു കൂട്ടില്ല, അവൾക്ക് നോൺ വെജ് അച്ചാറുകൾ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഇതും വാങ്ങിച്ചു കേട്ടോ, നമ്മുടെ കാലിക്കറ്റ് എന്താ ചില്ലി അങ്ങനെ എന്തോ ആണ് അതിന്, അത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞു ബണ്ണ് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ 12 എണ്ണം, പക്ഷേ ഇത്തിരി വലിപ്പത്തിൽ അങ്ങനെയായിരുന്നു. ഇത് നമ്മുടെ മറ്റേ ഗീ കേക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 200 രൂപ അവരുടെ ഓഫർ പ്രൈസാണ്. 200 രൂപ 12 പീസ് അങ്ങോട്ടായിരുന്നു, 12-10 എനിക്ക് ഓർമ്മയില്ല, അതും എഴുതിയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികളോട് ഞാൻ പറഞ്ഞു പോയി കിടന്നുറങ്ങിക്കോ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. കാരണം കുട്ടികളെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി കേട്ടോ. കാരണം അവരുടെ പ്രായം അതല്ലേ, ഓട്ടവും ചാട്ടവും ബഹളവും. ഒരു കുട്ടി എന്നോട് പറഞ്ഞു ഞാനങ്ങനെ പറയുമ്പോൾ എനിക്ക് കുട്ടികൾ ഭാരം എന്നുള്ള പോലെയാണ് പറയണതെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ കുട്ടിക്ക് ഭയങ്കര കുറുമ്പാന്ന് പറയണത് ഭയങ്കര ഇഷ്ടം കൊണ്ടുള്ള പറച്ചിലാണ് നമ്മൾ കുട്ടികളങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്നിതാ നേരം വെളുത്തു. അപ്പോൾ ഞാൻ ഉച്ച തൊട്ടുള്ള വീഡിയോസാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ രാവിലെ അപ്പനും മക്കളും ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ സമയത്തേക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾ നേരം വെളുത്തു. അവൻ സ്ലൈഡ്, അവൻ്റെ ഒരു വിചാരം അവൻ സ്വപ്നം കണ്ടതാണോ എന്നൊരു സംശയം തോമുവിന്. അപ്പോൾ ഇന്നലെ തോമു വന്ന വഴിക്ക് ഉറങ്ങി. പാച്ചു ഉറങ്ങണ വരെ സ്ലൈഡിൽ ഒഴുകലായിരുന്നു, അത് അകത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അകത്തിടുമ്പോഴും വലിയ കുഴപ്പമില്ല, അഴുക്കൊന്നും ആവില്ല, എന്നാൽ വലിയ ഭാരമില്ല, നമുക്ക് കൊണ്ട് നടക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ്റെ ഉഷാറായിട്ട് സുന്ദരകുട്ടനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ദിവസം അയച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ
ഡാഡിക്ക് കിടാങ്ങളും കൂടിയിട്ട് പുറത്തുള്ള കളിയാണ്. അപ്പോൾ അവന് സൈക്കിൾ വേണം. അപ്പോൾ ഒരാൾ സൈക്കിൾ എടുത്താലും മറ്റാൾക്ക് അടുത്ത വണ്ടി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ വണ്ടിയും കൂടി പുറത്തിട്ട് നശിപ്പിക്കേണ്ട, കാരണം ഇതൊക്കെ ഒതുക്കി വെക്കണ്ടേ നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എടുക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് വാശി പിടിച്ചു. അത് കഴിഞ്ഞ് ഒക്കെ ഓക്കെ ആയിട്ടോ. പിന്നെ നമ്മളിതേ അടുക്കളയിലുള്ള സംഭാഷണങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട. അപ്പോൾ പച്ചക്കറി ആകുമ്പോൾ കുറേ കൂട്ടം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടാണ് കുട്ടികൾക്ക്. അപ്പോൾ എനിക്കായാലും എൻ്റേതായ കുറേ കാര്യങ്ങളുള്ള കാരണം നമുക്ക് മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിവൈൻ പറഞ്ഞു നമുക്ക് 2 സദ്യ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് മഹേശ്വരിയിൽ നിന്ന് 2 സദ്യ, ഉള്ളൂർ മഹേശ്വരിയിൽ നിന്ന് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനും ഡാഡിയും ഞങ്ങൾ 4 പേര്, ഡിമ്പിൾ ഉണ്ടായിരുന്നില്ല, ഉള്ള ദിവസം സദ്യ വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 സദ്യ വാങ്ങിയാൽ ഞങ്ങൾക്ക് 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. എന്നിട്ടും മാങ്ങാക്കറിയും 2-3 കറിയും ബാക്കി വന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ഡാഡിക്ക് 2:30 തറവാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടുത്തെ മോളുടെ കല്യാണക്കാര്യത്തിൻ്റെ ഒരു കാര്യമായിട്ട് ഡാഡിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡാഡി അവിടം വരെ പോയി. പിന്നെ വൈകിട്ടൊരു 6 മണിയോട് കൂടിയിട്ടാണ് വന്നത്. 6 മണിയായി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഇന്ന് സദ്യ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോളാൻ പറയും. പിന്നെ ആ ഉള്ള ചെറിയ ചെറിയ കുഞ്ഞു പാത്രങ്ങളല്ലേ ഉള്ളൂ. അപ്പോൾ ഡിവൈനത് കഴുകാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ തോമോ പാച്ചോ കരഞ്ഞിട്ട് ഡിവൈനെ ഞാൻ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വെച്ചാൽ എൻ്റെ പണികൾ കഴിയുക ഇവരൊക്കെ കിടന്നുറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാലും നമ്മുടെ പണികൾ കഴിയില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഇവരുടെ 2 കൂട്ടരെയും ഞാൻ റൂമുകളിലേക്ക് തള്ളി മാറ്റി നിർത്താറ് പതിവ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒന്നിട്ടിട്ട് ഞാനൊന്ന് പറയാം കേട്ടോ. ഒരു കുട്ടീൻ്റെ യൂസർ എന്നാണ്, ഫേക്ക് ഐ ഡിയാണ്, യു വെച്ചിട്ടാണ്, യു എന്ന് മാത്രമേ നമ്മൾ കാണുള്ളൂ. ആ കുട്ടിയോടായിട്ടാണ് ഇപ്പം ഞാൻ പറയണത്. കുറേ നാളുകളായിട്ട് എൻ്റെ ചാനലിലും ഡിമ്പിളുടെയിലും ഡിവൈൻ്റെയിലും ഒക്കെ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ തമാശ രൂപേണ മറുപടി കൊടുത്തിരുന്നു. പിന്നെ ഞാനത് റിമൂവ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ മോശം ഭാഷയാണ് ആ കുട്ടി ഉപയോഗിക്കുന്നത്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഭാഷയും കുറേ മറ്റേ ഇമോജീസും ഒക്കെ ഇട്ടിട്ട് ഒരു വലിയ പാരഗ്രാഫോളം വൃത്തികെട്ട ഭാഷയിലാണ് ആ കുട്ടി ഓരോന്നിടുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്താലോ. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ പണിക്ക് നിൽക്കണേ. കുറേ പേര് എന്നോട് പറയാറുണ്ട് ആൻറ്റി റിപ്പോർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇവർക്കെതിരെ സൈബർ സെല്ലിൽ പറഞ്ഞാൽ മതി എന്നുള്ളത്. അപ്പം ഞാൻ മോളോടായിട്ട് പറയാണ്, ഞാൻ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ട്. അപ്പം കുട്ടി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്താ എൻ്റെ പേടിച്ചിട്ടാണോ ഡിലീറ്റ് ചെയ്യണേന്നൊക്കെ ചോദിക്കും. പേടിച്ചിട്ടൊന്നുമല്ല, ഞാൻ ഡിലീറ്റ് ചെയ്യണതുമല്ല, നമ്മൾ റിപ്പോർട്ട് അടിക്കുമ്പോൾ അത് അവരെടുത്ത് മാറ്റുന്നതാണ്. പക്ഷേ ഇനിയും ഇത് തന്നെ ആവർത്തിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക വല്ല നടപടിയൊക്കെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും കളിക്കുമ്പോൾ നമ്മൾ മിണ്ടാണ്ട് നിൽക്കണമെന്ന് വിചാരിക്കുക. ഈ പുലി വരണേ എന്ന് പറഞ്ഞിട്ട് പുലി പെട്ടെന്ന് വരുമ്പോൾ അത് ഇത്തിരി കടുപ്പം. അതുകൊണ്ട് ഇത്തിരിയും കൂടി ശ്രദ്ധിച്ചാൽ നല്ലതാണ് കേട്ടോ. അഭിപ്രായം ആർക്കും പറയാം, പക്ഷെ പറയുന്ന ഭാഷയ്ക്കൊരു സഭ്യത വേണം. ഞാൻ എന്നും പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഉച്ചയിലത്തെ പണികൾ കുട്ടികളൊക്കെ കിടന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഓരോ പണികളായിട്ട് ഞാനിങ്ങനെ ചെയ്ത് നമ്മുടെ പട്ടിയുടെ ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജൊന്നും ഒതുക്കുക. ഫ്രിഡ്ജിൽ പച്ചക്കറി മാത്രമല്ലേ ഉള്ളൂ. പച്ചക്കറിയും ഞാനങ്ങനെ കൂടുതലായിട്ട് വാങ്ങിക്കണില്ല, കാരണം അത് ശരിയാവില്ല, വാങ്ങിയാൽ ഒക്കെ ചീഞ്ഞ് പോവാണ്. അപ്പോൾ അത് ഇന്നലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ ഇന്നലെയല്ല മിനിഞ്ഞാന്നല്ലേ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ കൊച്ചു ബോക്സിലാക്കി വെച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ ബോക്സ് എടുത്താൽ മതി ഓരോ ദിവസം സാലഡ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ഇത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസാണ്, ഞാൻ പറഞ്ഞില്ല അമൂലിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അത് അങ്ങനത്തെ 5 ബോക്സിലേക്കുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഞാനതും ഒരെണ്ണം പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരേ ബോക്സ് എടുത്ത് ഇപ്പുറത്തെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും, ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ആവശ്യത്തിനെടുത്ത് നമുക്ക് ഓവനിൽ വെച്ച് ഒന്ന് മറ്റേ എന്താ പറയുക പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഇതാക്കാൻ വേണ്ടി. ഇത് കപ്പിലുള്ള പാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ 3 ആളുടെയും ബോട്ടിലിൽ പാല് ബാക്കി വരില്ലേ, അത് ഇത്ര സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊടുക്കില്ലല്ലോ. അത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് ഒരു കപ്പിലാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഒരു പാത്രം പാൽ എങ്ങനെ വന്നാലും കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ ഒരു കപ്പിലാക്കി വെക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിലിൽ വെള്ളം കുറവുള്ളതൊക്കെ ഞാൻ നിറച്ച് വെച്ചു. അങ്ങനെയുള്ള എൻ്റേതായ കുറേ കുഞ്ഞു പണികളുണ്ട്. ശരിക്കും ഞാൻ പറയും കാണാത്ത പണികളെന്ന്.
കാരണം ഇതൊന്നും കാണില്ല. എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷേ നമുക്ക് നിങ്ങളിപ്പോൾ കണ്ടറിയാം, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നിമിഷം പോലും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു 6 മണി വരെ ഞാൻ ഇത്, കാരണം ഇവർ കിടക്കുന്ന നേരത്തെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് ഒരു 50 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ ആ സമയം കൊണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ നിന്നു. ഇനിയിപ്പോൾ തുണികൾ തോരയിടുക എന്നുള്ളതാണ് അടുത്ത എൻ്റെ ഒരു പരിപാടി കേട്ടോ. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ അതിൻ്റെ പിന്നാലെ നിൽക്കാണ്ട് ഈ കാര്യം ചെയ്യുമ്പോൾ അപ്പുറത്ത് അടുത്തൊരു കാര്യം തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ ഈ പണികൾ കഴിഞ്ഞ് ഇപ്പുറത്ത് വരുമ്പോഴേക്കും അത് കഴിയും. അപ്പോൾ ഞാൻ ഈ പട്ടിയുടെ ഇറച്ചി ഒതുക്കൽ, പാത്രങ്ങൾ കഴുകൽ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അലക്കിയത് ഓൾറെഡി എന്താ പറയുക തോരയിടാവുന്ന ഒരു പരിവായി. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ഞാൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അതുപോലെ ഇവിടുത്തെ പ്രത്യേകത നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടുത്തടുത്തുണ്ടാവുക. അതായത് ഇപ്പോൾ ഈ വാഷിംഗ് മെഷീൻ്റെ തൊട്ടടുത്ത ബാത്റൂമിലാണ് ഞാൻ മറ്റേ വാഷ് ചെയ്യുന്ന ഡിറ്റർജൻറ്റും കാര്യങ്ങളും. അപ്പോൾ ലിക്വിഡ് ഡിറ്റർജൻറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. അത് നിങ്ങൾ വിചാരിക്കും ഭയങ്കര വിലയാണ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ലിറ്റർ വാങ്ങിക്കുമ്പോൾ 2 ലിറ്റർ ഫ്രീ. ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ കേട്ടോ. വലുതെന്നല്ല, സാധാരണ കടകളിലും കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബാത്റൂമിലാണ് മറ്റേ ബേസിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബേസിനൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിലേക്ക് തുണികൾ ഞാൻ പകർത്തും. അതുപോലെ വാഷിംഗ് മെഷീൻ്റെ സ്വിച്ച് ഓഫ് ചെയ്ത് ടാപ്പ് അടയ്ക്കുക. ഇത് എപ്പോഴും ഞാൻ ഫസ്റ്റ്, അതായത് ഡിംപിളിൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ് ശരിക്കും IFBയുടെ വാഷിംഗ് മെഷീൻ ഫസ്റ്റ് വാങ്ങിക്കേണ്ടത്. അന്ന് എന്നോട് ആ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യാൻ വന്ന ആൾ പറഞ്ഞതാണ്, ഉപയോഗം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുക, ടാപ്പ് പൂട്ടുക. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അത്, അല്ലെങ്കിൽ പെട്ടെന്ന് ടാപ്പ് തുറന്നിട്ട് നമ്മൾ എന്തിനെങ്കിലും ഇതൊന്ന് നീക്കുമ്പോഴാവും അത് വിട്ട് വെള്ളം പോവുക. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കും. ഇന്നും ഞാനത് ഓർക്കും അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അങ്ങനെ 2 ബേസിലത്തെ സംഭവം എടുത്ത് പുറത്ത് വെച്ചു. അത് കഴിഞ്ഞാൽ പിന്നത്തെ പണിയാണ്. ആ ഇറങ്ങണോട് തന്നെയാണ് എനിക്ക് ടാപ്പിൽ മറ്റേ മുകളിൽ ഇതിൽ ക്ലോറക്സും പിന്നെ നമ്മുടെ മറ്റേ എന്താ പറയുക കണ്ടീഷണറും ഒക്കെ, ഫാബ്രിക് കണ്ടീഷണർ പിന്നെ ഒക്കെ അവിടെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ ഉജാല ഒക്കെ അവിടെ നിന്ന് നേരെ എടുത്ത് താഴേക്ക് വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ തുണികൾ 3 സെക്ഷനാക്കി മാറ്റും. അതായത് കിടാങ്ങളുടെ ഒരു വശത്ത്, അത് അധിക ഭാഗം പാച്ചുവിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നൈറ്റികൾ ഒരു വശത്ത്, ബാക്കിയുള്ള സംഭവങ്ങൾ വേറെ വശത്ത്, അങ്ങനെ 3 സെക്ഷനാക്കി വെച്ചിട്ട് പിന്നെയാണ് ഞാൻ തോരയിടാൻ നിൽക്കുക. അപ്പോൾ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ ഉണങ്ങിയിട്ട് എടുക്കുമ്പോഴും കുട്ടികളുടെ സെക്ഷൻ മൊത്തം ഒരുമിച്ചാവും എടുക്കുക. അപ്പോൾ അത് ഒരുമിച്ച് മടക്കി വയ്ക്കാൻ എളുപ്പമാണ്. നമ്മളുടെ നൈറ്റികളും കാര്യങ്ങളും ഒരുമിച്ചാവും. അപ്പോൾ അത് എടുത്ത് മടക്കി വയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുപോലെ തോരയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മടക്കി വയ്ക്കുമ്പോഴും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു വട്ടം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്ന് ഇവിടെയാണെങ്കിൽ ഒന്ന് അപ്പുറത്ത്, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടിപ്പണിയാണ്. ഇതാകുമ്പോൾ ആ മടക്കി വയ്ക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അങ്ങോട്ട് ഒതുക്കി വയ്ക്കാവുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഈ ബേസിനെടുത്ത് നേരെ നമ്മുടെ ബാത്റൂമിലേക്ക് ഇടുക. ഈ ബേസിൻ പിന്നെ വേറെ ഒന്നിനും യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബാത്റൂമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഞാൻ അഴിച്ചിടും. സാധാരണ തുണി തോരയിടുന്ന നേരത്ത് ഞാൻ ഇവരെ പൂട്ടിയിടും. കാരണം ഇവരിങ്ങനെ കാലിൻ്റെ ഇടയിൽ കൂടെ ഓടും. പിന്നെ നമ്മൾ ബെഞ്ചിന്മേലല്ലേ വെക്കണത് തുണികളുടെ ബേസിന്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓടും. അപ്പോൾ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ പൂട്ടിയിട്ടതിന് ശേഷമാണ് ഞാൻ തുണി തോരയിടാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ തുണി തോരയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ അഴിച്ചിട്ടു. അപ്പോൾ നമ്മുടെ കിയയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, കിയേനെ പ്രത്യേകം നമ്മൾ പോയിട്ടൊന്ന് കാണണം. അങ്ങനെയാണ് അവളുടെ ഇത്തിരി ജാട കൂടിയത്. അവിടെ പോയിട്ടൊന്ന് നമ്മൾ തൊട്ട് തലോടിയാലേ അവളിങ്ങോട്ട് ഇറങ്ങി വരുള്ളൂ. മിടുക്കിയ കേട്ടോ, എന്താ പറയുക, പാവാണ്. ഇത്തിരി ജാടയുണ്ടെങ്കിലും പാവാണ് മൂപ്പര് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ദേ ബേസിൻ കൊണ്ടുവന്ന് നമ്മളുടെ ബാത്റൂമിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഡിവൈൻ വാഷ് ചെയ്യായാലും അത് ഇവിടെ നിന്ന് സോപ്പും പൊടി മറ്റേ ലിക്വിഡ് വാഷ് എടുത്തിട്ടു, കണ്ടീഷണർ ഇട്ടു. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഓരോന്നിനും ഓരോ സ്ഥാനം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അയ്യോ ഞാനിവിടെ വെച്ച ബേസിന് എവിടെ, നീ എടുത്തോ, ഞാനെടുത്തോ, അത് മുകളിലുണ്ടോ താഴ്ത്തുണ്ടോ എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും. ഇതാവുമ്പോൾ എടുത്ത സാധനം എടുത്തു കൊടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് എടുക്കുക വേണ്ടും. അപ്പോൾ അതേ നമ്മുടെ സഖാവ് നോക്കിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പട്ടികൾ. അങ്ങനെ ദേ വൈകിട്ട് 6 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും എണീറ്റു. അപ്പോൾ ഡാഡി വരുന്ന സമയമായപ്പോഴേക്കും ഡിവൈനാണ് ഇന്ന് ഉള്ളിവട ഉണ്ടാക്കിയത്. പിന്നെ ദേ സ്വീറ്റ് കോൺ, നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുകയാണല്ലോ, അപ്പോൾ എല്ലാവരും അതിൻ്റെ മുമ്പിലിരുന്നപ്പോൾ കോണെടുത്ത് അത് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ സമയത്താണ് ഞാൻ ഗ്രൂപ്പിൽ
കുട്ടികളോട് സംസാരിച്ച് ഇന്ന് അവിടെ കവിതാ മത്സരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമാട്ടോ, ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നല്ല രസമാണ്. അവിടെ കുട്ടികളൊക്കെ മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇന്നിപ്പോൾ കവിത എഴുതലായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഒരു 6 വരി കവിത സംഭവമൊക്കെ എഴുതി നല്ല രസമുള്ള ഒരു ഇതായി. ഞാനും അതെ, ഇപ്പോൾ അധിക നേരം ഗ്രൂപ്പിൽ കുറേ നേരം കുട്ടികളുടെ കൂടെ സംസാരിക്കാനും അവരുടെ കൂടെ കളിക്കാനും ഒക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് രാത്രി ഒക്കെ തട്ടിക്കൂട്ട് ഭക്ഷണമായിരുന്നു. കുട്ടികൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിസ്സ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ബാക്കിയുണ്ടായിരുന്നു. ഇന്നലത്തെ ഫ്രൈഡ് റൈസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് ഇന്ന് രാത്രി അവസാനിപ്പിച്ചു. ഫ്രഷായിട്ട് വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പതിവുമ്പടി ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴിക്കൽ കൃത്യമായിട്ട് നമ്മൾ ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല. കാരണം അതൊന്ന് ഫിൽട്ടർ ചെയ്ത് വരാൻ സമയമെടുക്കുമല്ലോ. അപ്പോൾ ഞാനതൊക്കെ കഴിച്ച് ഈ പറഞ്ഞ പോലെ കുട്ടികളെയൊക്കെ ഞാൻ വേഗം ഫുഡ് കഴിച്ച് വേഗം വിട്ടിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. അങ്ങനെ ഇന്നത്തെയും ദിവസം നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ കുറേ പേർക്ക് നാളെ തൊട്ട് പരീക്ഷയുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു മെഴുകുതിരി ഞാൻ നടയിൽ കത്തിച്ച് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ. അപ്പം ഇനി നാളെ കാണാം.